ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ മലയാളം കേരള പാഠാവലി വിഷയത്തിൻ്റെ ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്കിവിടെ ചോദ്യപേപ്പർ നോക്കാം. ഇവിടെ ആകെ 6 പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ പ്രവർത്തനം നിങ്ങൾ നിർബന്ധമായിട്ടും ഉത്തരം എഴുതണം. ബാക്കിയുള്ള 5 പ്രവർത്തനങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ആദ്യത്തെ പ്രവർത്തനം നിങ്ങൾക്ക് പുറത്ത് നിന്ന് ഒരു ഖണ്ഡിക, ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വായിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് താഴെ നിങ്ങൾക്ക് 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ 5 ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതണം. നമുക്കിവിടെ തന്നിട്ടുള്ള ഖണ്ഡിക വായിക്കാം. സമ്മാനം എന്നാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ഡിസംബറിലെ മഞ്ഞു പെയ്യുന്ന ഒരു ദിവസമായിരുന്നു അത്. നാളെയാണ് ക്രിസ്മസ്. പടക്കം പൊട്ടിച്ചും കളികളിൽ ഏർപ്പെട്ടും കുട്ടികൾ ആ തെരുവിനെ ശബ്ദമുഖരിതരാക്കി. എല്ലാ വീടുകൾക്കും മുമ്പിലും നക്ഷത്ര വിളക്കുകൾ തൂക്കിയിട്ടുണ്ടായിരുന്നു. ശാന്തിദൂതമായ ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ ആ തെരുവിലെ വീടുകളെല്ലാം ആഹ്ലാദപൂർവ്വം തയ്യാറെടുക്കുകയായിരുന്നു. ഒരു വീടൊഴികെ. ജിമ്മിൻ്റെയും ഡെല്ലയുടെയും വാടക വീടായിരുന്നു ഇത്. ഒരു ദരിദ്ര ഭവനം. വളരെ ബുദ്ധിമുട്ടിയാണ് ജിമ്മിയും ഡെല്ലയും ജീവിതം മുന്നോട്ട് നീക്കിയിരുന്നത്. എങ്കിലും ഡെല്ല ചെലവ് ചുരുക്കി മിച്ചം വരുന്ന നാണയത്തൊട്ടുകൾ ഒരു കുടുക്കയിൽ ഇട്ട് വെക്കുമായിരുന്നു. ഉറുമ്പുകൾ അരിമണി കൂട്ടി വെക്കുന്നത് പോലെയായിരുന്നു അത്. കുടുക്കയിലെ പണം കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ജിമ്മിന് ക്രിസ്മസ് സമ്മാനം വാങ്ങണമെന്നായിരുന്നു ഡെല്ലയുടെ ആഗ്രഹം. ജിമ്മിന് ക്രിസ്മസ് സമ്മാനം വാങ്ങാൻ അവൾ ആ കുടുക്ക പൊട്ടിച്ചു. പക്ഷേ സമ്മാനം വാങ്ങാനുള്ള പണം അതിൽ ഇല്ലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഓ ഹെൻറി എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു ചെറിയൊരു പാരഗ്രാഫ്. ഇതൊരു കഥയുടെ ഭാഗമാണ് ഇത് രചിച്ചിട്ടുള്ളത്. സോ നമുക്കിവിടെ ചോദ്യങ്ങൾ വായിക്കാം. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നിങ്ങൾക്ക് തന്നിട്ടില്ല, നിങ്ങളിപ്പോൾ വായിച്ചിട്ടില്ല ഈ പാരഗ്രാഫിൽ തന്നെയാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. ഏത് ആഘോഷത്തെക്കുറിച്ചാണ് കഥയിൽ പറയുന്നത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ വിഷു, ബി ഓണം, സി ക്രിസ്മസ്. ഏതാണ് ഉത്തരം വരുന്നത്? ക്രിസ്മസ് ആണ്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. ഡെല്ലയുടെ ആഗ്രഹം എന്തായിരുന്നു? ഓപ്ഷൻസ് നോക്കിക്കേ. വീട് വെക്കണം, ജിമ്മിനു ക്രിസ്മസ് സമ്മാനം വാങ്ങണം, അടുത്തുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം. ഉത്തരം ജിമ്മിന് ക്രിസ്മസ് സമ്മാനം വാങ്ങണം. ചോദ്യം 3. ഡെല്ലയുടെ കണ്ണ് നിറയാനുള്ള കാരണം എന്ത്? ധാരാളം പണം കിട്ടിയത് കൊണ്ട്, സമ്മാനം വാങ്ങാൻ പണം തികയാത്തത് കൊണ്ട്, അതിഥികൾ വരാത്തത് കൊണ്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കുടുക്ക പൊട്ടിച്ചപ്പോൾ സമ്മാനം വാങ്ങാനുള്ള പണം അതിൽ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലേ? സോ ശരിയായിട്ടുള്ള ഉത്തരം രണ്ടാമത്തതാണ്, സമ്മാനം വാങ്ങാൻ പണം തികയാത്തത് കൊണ്ട്. ചോദ്യം 4. ജിമ്മിൻ്റെയും ഡെല്ലയുടെയും ജീവിത സാഹചര്യം എങ്ങനെയുള്ളതായിരുന്നു? ഓപ്ഷൻസ്: ആഡംബരം നിറഞ്ഞത്, ദാരിദ്ര്യം നിറഞ്ഞത്, സന്തോഷം നിറഞ്ഞത്. ശരിയായിട്ടുള്ള ഉത്തരം ദാരിദ്ര്യം നിറഞ്ഞത്. അഞ്ചാമത്തെ ചോദ്യം. മഞ്ഞ് എന്ന പദത്തിൻ്റെ പകരപദം എഴുതുക. ഇതിൻ്റെ ഉത്തരം ഈ പാരഗ്രാഫിൽ ഇല്ല. മഞ്ഞ് എന്ന വാക്കിൻ്റെ പകരപദം ഏതാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ദിനം, ഹിമം, നീരദം. ശരിയായിട്ടുള്ള ഉത്തരം ഹിമം ആണ്. നിങ്ങൾക്ക് മെയിൻ എക്സാമിന് ഇതേ പാരഗ്രാഫ് തന്നെ ആയിരിക്കില്ല വരിക. പക്ഷെങ്കിൽ ഇതേപോലത്തെ മറ്റൊരു പാരഗ്രാഫോ മറ്റൊരു കഥയോ അല്ലെങ്കിൽ ഒരു കവിതയോ തന്നിട്ട് താഴെ ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ് വരിക. നിങ്ങളുടെ ആദ്യത്തെ പ്രവർത്തനം ഇതായിരിക്കും. ഇനി പ്രവർത്തനം 2. താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാം. ഇവിടെ നിങ്ങൾക്ക് അമ്മ എന്നൊരു കവിത തന്നിട്ടുണ്ട്. നമുക്കത് വായിക്കാം. ഒരു നിലവിളക്കു പോലെ ഗതാരിലെപ്പോഴും തെളിയുന്നൊരോർമ്മയാണമ്മ, ഒരു കണിക്കൊന്ന പോൽ ഓർമ്മതൻ ചില്ലയിൽ പുഞ്ചിരി പൊയ്ക്കയാണമ്മ, നന്മയുടെ പാഠങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച ഗുരുദാതയാണ് എനിക്കമ്മ, കുസൃതികൾക്കെപ്പോഴും പരിധികൾ വരച്ചിട്ട കാവലാളായിരുന്നമ്മ, പാദങ്ങളിടറാതെ ഇരുൾ വഴികൾ പിന്നിടാൻ വഴിവിളക്കാണെന്നുമ, ജീവിതപാതയിൽ വെയിലേറ്റു വാടവേ സാന്ത്വനത്തണലാണെൻ്റെ അമ്മ. അരുൺ KP എന്ന കവി രചിച്ചിട്ടുള്ള കവിതയാണ് ഇത്. ചോദ്യം. മുകളിൽ കൊടുത്ത അമ്മ എന്ന കവിതയും പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മ എന്ന പാഠഭാഗവും താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. നമ്മളിവിടെ പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മ എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. ഭാഗം 2 ടെക്സ്റ്റ് ബുക്കിലുണ്ട്.
ഇവിടെ 2 കൃതികൾ തന്നിട്ട് അത് തമ്മിൽ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് താരതമ്യക്കുറിപ്പിൻ്റെ ഒരു രൂപം എന്ന് നമുക്ക് ചുരുക്കി ഒന്ന് പറയാം. അതായത് ആദ്യത്തെ പാരഗ്രാഫിൽ ഇത് കുറച്ച് ഖണ്ഡികളായിട്ട് തിരിച്ചിട്ടാണ് നിങ്ങൾ താരതമ്യക്കുറിപ്പ് എഴുതേണ്ടത്. ആദ്യത്തെ പാരഗ്രാഫിൽ നിങ്ങൾ എഴുതണം ഈ 2 കൃതികളുടെ പേര് ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കണം. അതാരാണ് എഴുതിയത്, ഈ 2 കൃതികളിലും മെയിനായിട്ട് എന്താണ് പറയുന്നതെന്ന് ഒറ്റ വരിയിലായിട്ട് കാര്യം പറയാം. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒന്നാമത്തെ കൃതിയെക്കുറിച്ച് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ അടുത്ത പാരഗ്രാഫിൽ രണ്ടാമത്തെ നിങ്ങൾക്ക് തന്നിട്ടുള്ള രണ്ടാമത്തെ കൃതിയിൽ അതിലെന്താണ് ആശയം, എന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇനി അടുത്ത പാരഗ്രാഫായിട്ട് ഇത് നമ്മൾ 2 കൃതികൾ തമ്മിൽ താരതമ്യം ചെയ്യാണല്ലോ. അപ്പോൾ നമ്മുടെ നിരീക്ഷണം എന്താണ്, ഈ 2 കൃതികൾ തമ്മിൽ എന്തെങ്കിലും സാമ്യതകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നൊക്കെ എഴുതുക. എന്നിട്ട് അവസാനത്തെ പാരഗ്രാഫായിട്ട് നമ്മുടെ കണ്ടെത്തലുകൾ, നമ്മുടെ അഭിപ്രായം, ഈ 2 കൃതികളും എന്താണ് നമുക്ക് നൽകുന്ന സന്ദേശം, എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് കൂടി എഴുതിയാൽ നമ്മുടെ താരതമ്യക്കുറിപ്പ് അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എഴുതി കൊടുക്കാം. അരുൺ KP രചിച്ച അമ്മ എന്ന കവിതയും പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മ എന്ന പാഠഭാഗവും മാതൃത്വത്തിൻ്റെ മഹത്വം വ്യത്യസ്ത ശൈലികളിൽ അവതരിപ്പിക്കുന്ന കൃതികളാണ്. ഇവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, 2 കൃതികളുടെ പേരുകൾ പറഞ്ഞ് ഇതാരാണ് എഴുതിയതെന്ന് പറഞ്ഞു. ഈ 2 കൃതിയിലും മെയിനായിട്ട് എന്താണ് വിഷയം എന്ന് നമ്മളിവിടെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ എഴുതിയിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ അമ്മ എന്ന കവിതയെക്കുറിച്ചാണ് എഴുതുന്നത്. അമ്മ എന്ന കവിതയിൽ അമ്മയെ നിലവിളിക്കിനോടും കണിക്കൊന്ന പൂവിനോടും ഉപമിച്ച് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതീകമായി ചിത്രീകരിക്കുന്നു. കവിതാ ഭാഷ ലളിതവും ഭാവനാ സമൃദ്ധവുമാണ്. അമ്മ ജീവിതത്തിലെ ഇരുൾ വഴികളിൽ വഴിവിളക്കായി നിൽക്കുന്നവളാണെന്നും വെയിലേറ്റു വാടുമ്പോൾ തണലായി തീരുന്നവളാണെന്നും കവി അർത്ഥമാക്കുന്നു. ഇവിടെ അമ്മ ഒരു ആത്മീയ ശക്തിയായി ഉയർത്തിപ്പിടിക്കപ്പെടുന്നു. അടുത്ത പാരഗ്രാഫിൽ നമ്മൾ എഴുതുന്നത് എൻ്റെ അമ്മ എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ്. എൻ്റെ അമ്മ എന്ന പാഠഭാഗത്തിൽ എഴുത്തുകാരൻ തൻ്റെ അമ്മയുടെ ജീവിത സമരവും കഷ്ടപ്പാടുകളും യാഥാർത്ഥ്യ ബോധത്തോടെ അവതരിപ്പിക്കുന്നു. ദാരിദ്ര്യവും പ്രയാസങ്ങളും സഹിച്ച് കുടുംബത്തെ നയിച്ച അമ്മയുടെ ത്യാഗമാണ് പ്രധാന വിഷയം. ഗദ്യരൂപത്തിലുള്ള ഈ കൃതിയിൽ അനുഭവങ്ങളുടെ ആഴവും വികാരത്തിൻ്റെ തീവ്രതയും കൂടുതലായി പ്രകടമാക്കുന്നു. അപ്പോൾ നമ്മൾ 2 കൃതിയിലും എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത പാരഗ്രാഫിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും സാമ്യതകളുണ്ടോ വ്യത്യാസങ്ങളുണ്ടോ എന്നൊക്കെയാണ് പറയുന്നത്. ഇരു കൃതികളിലും അമ്മ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമാണ്. എന്നാൽ അമ്മ എന്ന കവിതയിൽ ഉപമകളും അലങ്കാരങ്ങളും മുഖ്യമായപ്പോൾ എൻ്റെ അമ്മയിൽ യാഥാർത്ഥ്യ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് പ്രാധാന്യം തേടുന്നത്. അതിനാൽ 2 കൃതികളും വ്യത്യസ്ത സാഹിത്യ രൂപങ്ങളിലൂടെ മാതൃസ്നേഹത്തിൻ്റെ മഹത്വം ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് താരതമ്യക്കുറിപ്പ് നിർത്താവുന്നതാണ്. ഇനി ഏത് കൃതികൾ തമ്മിലുള്ള താരതമ്യക്കുറിപ്പ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതേണ്ട രൂപം കൃത്യമായി മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 2-ലെ B ചോദ്യം. എൻ്റെ മാതാവിൽ നിന്ന് പോലും ലാളനയുടെ സ്നിഗ്ധഭാവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അടിവരയിട്ട പദത്തിൻ്റെ പകരപദം കണ്ടെത്തുക. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞ ഭാവം, സന്തോഷം നിറഞ്ഞ ഭാവം, സങ്കടം നിറഞ്ഞ ഭാവം. ശരിയായിട്ടുള്ള ഉത്തരം സ്നേഹം നിറഞ്ഞ ഭാവം. ഇനി പ്രവർത്തനം 3 കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. ഡാലിയമ്മൂമ്മയുടെ കഥാപാത്ര നിരൂപണമാണ് തയ്യാറാക്കേണ്ടത്. അതിൽ നമ്മൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് അവിടെ ഉണ്ടാവണം? ജീവിത സാഹചര്യം, രൂപം, സ്വഭാവം, സഹജീവി സ്നേഹം, പ്രകൃതി സ്നേഹം, ജീവിത കാഴ്ചപ്പാട്. ഓക്കെ. ഡാലിയമ്മൂമ്മയുടെ പുഴ എന്ന കഥ ഓർക്കുന്നില്ലേ? ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഡാലിയമ്മൂമ്മയെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. മുകളിൽ കൊടുത്ത സൂചനകൾ ഉപയോഗിക്കാം. നമുക്ക് കഥാപാത്ര നിരൂപണം ഡാലിയമ്മൂമ്മ എന്ന തലക്കെട്ടായി നൽകാവുന്നതാണ്. നമുക്ക് എഴുതാം. വി ഷിനിലാൽ രചിച്ച നരോദപാടിയയിൽ നിന്നുള്ള ബസ് എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഡാലിയമ്മൂമ്മ. പുഴയുടെ തീരത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വൃദ്ധയായ സ്ത്രീയാണ് അവൾ.
ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടും സ്വയം പര്യാപ്തയായി ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നവളാണ് ഡാലി അമ്മൂമ്മ. വയസ്സിൻ്റെ ക്ഷീണം ശരീരത്തിൽ പ്രകടമായിരുന്നുവെങ്കിലും അവളുടെ മനസ്സിൻ്റെ ശക്തി അതിലേറെയായിരുന്നു. ചുളിവുകൾ നിറഞ്ഞ മുഖവും ക്ഷീണിതമായ ശരീരവുമുള്ള അവൾക്ക് ആത്മവിശ്വാസം നിറഞ്ഞ കണ്ണുകളായിരുന്നു. ഡാലി അമ്മൂമ്മയുടെ സ്വഭാവത്തിൽ ധൈര്യവും ഉറച്ച മനസ്സും വ്യക്തമാണ്. എല്ലാവരും ഉപദേശിച്ചിട്ടും പുഴ വിട്ടുപോകാൻ അവൾ തയ്യാറായില്ല. സർക്കാർ സൗകര്യമുള്ള ഫ്ലാറ്റിലേക്ക് മാറ്റിയെങ്കിലും അവളുടെ മനസ്സ് പുഴയോടൊപ്പമായിരുന്നു. പ്രകൃതിയോടുള്ള അതിയായ സ്നേഹം അവളുടെ ജീവിതത്തിൽ അടിസ്ഥാനം തന്നെയാണ്. പുഴയുമായി സംസാരിക്കുകയും അതിനെ സ്വന്തം ബന്ധുവായി കാണുകയും ചെയ്യുന്നവളാണവൾ. പ്രകൃതിയോട് ഇത്രയും ആത്മബന്ധം പുലർത്തുന്ന കഥാപാത്രം അപൂർവമാണ്. സഹജീവികളോടുള്ള കരുതലും മമതയും ഡാലി അമ്മൂമ്മയുടെ വ്യക്തിത്വത്തെ കൂടുതൽ ഉജ്ജ്വലമാക്കുന്നു. മരണാസന്നമായ പെരുമ്പാമ്പിൻ കുഞ്ഞിനെ കരുണയോടെ പരിചരിക്കുന്ന രംഗം അവളുടെ സഹജീവി സ്നേഹം വ്യക്തമാക്കുന്നു. ജീവജാലങ്ങളെയെല്ലാം സ്നേഹത്തോടെ കാണുന്ന മനസ്സാണ് അവൾക്കുള്ളത്. ജീവിതത്തെക്കുറിച്ചുള്ള അവളുടെ കാഴ്ചപ്പാട് ലളിതവും ആത്മാഭിമാനപൂർവവുമാണ്. സൗകര്യങ്ങളും ആഡംബരങ്ങളും നിറഞ്ഞ നഗര ജീവിതത്തെക്കാൾ പ്രകൃതിയോടൊപ്പമുള്ള സ്വാതന്ത്ര്യ ജീവിതമാണ് അവൾക്ക് പ്രിയം. ഇങ്ങനെ ധൈര്യവും പ്രകൃതി സ്നേഹവും സഹജീവി കരുതലും ആത്മാഭിമാനവും ഒത്തുചേർന്ന ശക്തമായ സ്ത്രീ കഥാപാത്രമാണ് ഡാലി അമ്മൂമ്മ. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ പ്രതീകമായി അവൾ കഥയിൽ ഉയർന്നു നിൽക്കുന്നു. സോ നമ്മളിവിടെ ഡാലി അമ്മൂമ്മയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. നമുക്കിവിടെ പ്രവർത്തനം 3-ലെ ബി ചോദ്യം, പാവം തള്ളയില്ല പിള്ള. ഡാലി അമ്മൂമ്മ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്? കലക്ടർ, പെരുമ്പാമ്പിൻ കുഞ്ഞ്, പുഴ. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം പെരുമ്പാമ്പിൻ കുഞ്ഞ്. ഇനി പ്രവർത്തനം 4, ഡയറി കുറിപ്പ് തയ്യാറാക്കുക. ബന്ധുവായ രോഗിയെ കാണാൻ അച്ഛനും അമ്മയും പോയ തക്കം നോക്കി ലച്ചുവും അനുജൻ ലാലുവും പട്ടം പറത്താനായി പുറത്തേക്കിറങ്ങി. കളിക്കിടയിൽ ഉയർന്നു പറന്ന പട്ടം നൂൽ പൊട്ടി ലച്ചുവിൻ്റെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു. പാവം പട്ടം. അവൾക്ക് സങ്കടമായി. കൂട്ടിനാരുമില്ലാതെ ആകാശത്തിൽ ഒറ്റയ്ക്ക്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മയുടെ വിളി കേട്ട് അവൾ വീട്ടിലേക്ക് തിരികെ വന്നു. പക്ഷേ പട്ടത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവളുടെ മനസ്സിൽ നിന്നും വിട്ടുപോയില്ല. മേശവലിപ്പ് തുറന്ന് ലച്ചു തൻ്റെ ഡയറി എടുത്തു. പട്ടത്തെക്കുറിച്ചുള്ള എന്തൊക്കെ ചിന്തകളാവും ലച്ചു ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? അതാണ് നിങ്ങളുടെ ചോദ്യം. നിങ്ങളിവിടെ അന്ന് രാത്രി ലച്ചു എഴുതുന്ന ഡയറി കുറിപ്പ് തയ്യാറാക്കണം. ഡയറി കുറിപ്പിൽ അവൾ ഉടനീളം എഴുതിയിട്ടുണ്ടാവുക ആകാശത്ത് ഒറ്റയ്ക്ക് തനിച്ചായ പട്ടത്തെക്കുറിച്ചായിരിക്കും അല്ലേ? ഡയറി കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും തീയതിയും ദിവസവും എഴുതണം. എന്നിട്ട് ആ ഒരു ദിവസം എങ്ങനെയായിരുന്നു, സന്തോഷമായിരുന്നോ ദുഃഖമായിരുന്നോ എന്നാണ് നമ്മൾ ആദ്യത്തെ വരിയിൽ എഴുതേണ്ടത്. ഓക്കെ, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെയും പിന്നീട് വലിയ സങ്കടത്തോടെയും ആയിരുന്നു. അച്ഛനും അമ്മയും പോയ സമയത്ത് ഞാനും ലാലുവും കൂടി പട്ടം പറത്താൻ പോയി. എൻ്റെ പട്ടം വളരെ ഉയരത്തിൽ പറക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. പക്ഷേ പെട്ടെന്ന് കാറ്റ് വീശി പട്ടത്തിൻ്റെ നൂൽ പൊട്ടി. പട്ടം ആകാശത്തിൽ ഒറ്റയ്ക്ക് പറന്നു പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പാവം പട്ടം എന്നായിരുന്നു എൻ്റെ മനസ്സിലെ വാക്ക്. നൂൽ ഇല്ലാതെ അത് എങ്ങനെയായിരിക്കും പറക്കുന്നത്? എവിടെയെങ്കിലും മരത്തിൽ കുടുങ്ങിയോ? ആരെങ്കിലും അത് കണ്ട് സന്തോഷത്തോടെ എടുത്തോ എന്നറിയില്ല. അല്ലെങ്കിൽ ദൂരെ ഒരു വീട്ടുമുറ്റത്ത് വീണ് കിടക്കുകയോ? ഒന്നും അറിയില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആകെ വിഷമമാണ്. അമ്മ വിളിച്ചപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നു. പക്ഷേ ഇന്നും എൻ്റെ മനസ്സിൽ ആകാശത്തിൽ ഒറ്റയ്ക്ക് പറന്നുപോയ എൻ്റെ പട്ടത്തോടൊപ്പമാണ്. ഇന്ന് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിനമാണ്. അടുത്തത് ബി ചോദ്യം, കാറ്റിൻ തുണയാലുയർന്നുയർന്നു മീതെ പറവയായി ചേർന്നു നിന്നു. ആരുടെ സഹായത്താലാണ് പട്ടം പറന്നുയർന്നത്? ഓപ്ഷൻസ് മേഘം, കാറ്റ്, വിമാനം. ശരിയായിട്ടുള്ള ഉത്തരം കാറ്റാണ്. ഇനി പ്രവർത്തനം 5 നോക്കാം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതിൻ്റെ പൂർണ്ണമായ രൂപം, എങ്ങനെ നമുക്കൊരു ആസ്വാദനക്കുറിപ്പിൽ ഫുൾ മാർക്ക് നേടാം എന്നൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾ കമൻ്റായിട്ട് ആസ്വാദനക്കുറിപ്പ് ലിങ്ക് എന്ന് ചോദിച്ചാൽ ഞാൻ അയച്ചു തരുന്നതാണ്. നമുക്കിവിടെ ചോദ്യം വായിക്കാം. പ്രവർത്തനം 5, ആസ്വാദനക്കുറിപ്പ്. താഴെ കൊടുത്ത കവിത
പഠിക്കൂ. കവിതയുടെ ആശയം, കവിത നൽകുന്ന സന്ദേശം, പദപ്രയോഗ ഭംഗി ഇവ വിശകലനം ചെയ്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ തന്നിട്ടുള്ള കവിത പേ പിടിച്ച് എന്നൊരു കവിതയാണ്. ലോറിയുണ്ട് റോഡിലൂടെ കുന്നിടിച്ച് പോണ്, ലോറിയുണ്ട് റോഡിലൂടെ പുയ നിറച്ച് പോണ്, ലോറിയുണ്ട് റോഡിലൂടെ കാടു വെട്ടിപ്പോണ്, നാട്ടുകാരോ റോഡിലൂടെ പേ പിടിച്ച് പോണ്. രാധാകൃഷ്ണൻ എടച്ചേരി എന്ന കവി രചിച്ചതാണ് ഇത്. ഇവിടെ പേ പിടിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഭ്രാന്ത് പിടിച്ച് എന്നാണ്. നമുക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. രാധാകൃഷ്ണൻ എടച്ചേരി പരിസ്ഥിതി വിഷയങ്ങളെക്കുറിച്ച് നിരവധി കവിതകൾ രചിച്ച മലയാളത്തിലെ പ്രശസ്തനായ കവിയാണ്. പേ പിടിച്ച് എന്ന കവിതയിലൂടെ വികസനത്തിൻ്റെ പേരിൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവണതയെ അദ്ദേഹം വിമർശിക്കുന്നു. ഈ കവിതയിൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെയാണ് കവി ചിത്രീകരിക്കുന്നത്. കുന്നുകൾ ഇടിച്ചു നശിപ്പിക്കുകയും പുഴകൾ നിറച്ച് അടച്ചു മാറ്റുകയും കാടുകൾ വെട്ടിമാറ്റുകയും ചെയ്യുന്ന പ്രവൃത്തികൾ ഇന്ന് സാധാരണ സംഭവങ്ങളായി മാറിയിരിക്കുന്നു. ഈ പ്രവൃത്തികൾ വികസനത്തിൻ്റെ പേരിൽ നടക്കുന്ന പ്രകൃതി ചൂഷണങ്ങളാണ്. നാട്ടുകാരോ റോഡിലൂടെ പേ പിടിച്ചു പോണ് എന്ന അവസാന വരി കവിതയുടെ പ്രധാന ആശയത്തെ ശക്തിപ്പെടുത്തുന്നു. പ്രകൃതിയെ നശിപ്പിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ കണ്ടിട്ടും നാട്ടുകാർ പ്രതികരിക്കാതെ പോകുന്നത് പേ പിടിച്ച അവസ്ഥയോട് ഉപമിക്കുകയാണ് കവി. ഇവിടെ പേ പിടിച്ച് എന്നത് ഭ്രാന്തു പിടിച്ച അവസ്ഥയെ സൂചിപ്പിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്ന ഒരു കവിതയാണ് ഇത്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ ഉത്തരവാദിത്വമാണെന്നും അല്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പേ പിടിച്ച് എന്ന കവിതയിൽ ലളിതമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ വരികളും ഒരേ രീതിയിലുള്ള ആവർത്തനവും കവിതയ്ക്ക് നല്ലൊരു താളഭംഗി നൽകുന്നു. കവിതയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വരി നാട്ടുകാരോ റോഡിലൂടെ പേ പിടിച്ച് പോണ് എന്നതാണ്. ഈ വരി കവിതയുടെ പ്രധാന സന്ദേശം വ്യക്തമാക്കുന്നു. പ്രകൃതിയെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടും ആളുകൾ പ്രതികരിക്കാതെ പോകുന്ന അവസ്ഥയെ ശക്തമായി അവതരിപ്പിക്കുന്നതിനാലാണ് എനിക്ക് ഈ വരി ഇഷ്ടപ്പെട്ടത്. ആസ്വാദനക്കുറിപ്പ് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 6 അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. നനഞ്ഞൊലിച്ചു കൊണ്ടുള്ള ഓട്ടങ്ങളുടെ ഓർമ്മകളാണ് ബാല്യകാലത്തെ മഴക്കാലം. ഇടവഴികളിലൂടെ സ്കൂളിലേക്കും വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചുള്ള സഞ്ചാരങ്ങളിൽ കുട കൂട്ടുണ്ടായിരുന്നില്ല. പെയ്യുന്ന മഴയിൽ കുടയില്ലായ്മയുടെ യാത്രാദൂരങ്ങൾ മഴ കൊണ്ടു തന്നെ ഓടി അളന്ന കാലം. അതേ തണുപ്പോടെ നനഞ്ഞൊട്ടി കൂനി വിറച്ച് നിൽപ്പുണ്ട് ഇപ്പോഴും മനസ്സിൻ്റെ ഇറയത്ത്. ചോദ്യം എ. അർഷദ് ബത്തേരിയുടെ മഴ അനുഭവം നിങ്ങൾ വായിച്ചില്ലേ? മഴയുടെ എത്രയെത്ര ഓർമ്മ ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഒരു മഴ അനുഭവക്കുറിപ്പ് എഴുതി നോക്കൂ. സോ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്കുണ്ടായ ഒരു മഴ അനുഭവത്തെക്കുറിച്ച് ഒരു കുറിപ്പായിട്ട് എഴുതാണ് ഇവിടെ വേണ്ടത്. നമുക്കിനി ബി ചോദ്യം നോക്കാം. വെള്ളിതൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. മഴ പൊഴിയുന്നത് എങ്ങനെയാണെന്ന് കവി പറയുന്നു. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. തുള്ളിക്കൊരു കുടം എന്ന പോലെ, വെള്ളിയുടെ നേർത്ത കമ്പികൾ പോലെ, കാറ്റിൽ നൃത്തം വെച്ചുകൊണ്ട്. ശരിയായിട്ടുള്ള ഉത്തരം വെള്ളിയുടെ നേർത്ത കമ്പികൾ പോലെ. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ വരുന്നത്. 6 പ്രവർത്തനങ്ങളായിരുന്നു. ഇതിൽ ഒന്നാമത്തേത് നിർബന്ധമായിട്ടും ഉത്തരം എഴുതേണ്ടതാണ്. ബാക്കിയുള്ള 5-ൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.